നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യങ്ങളുമായി സുപ്രീംകോടതി. എന്തുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കുന്നുവെന്ന് സുപ്രീംകോടതി ചോദിച്ചു. കേസിൽ കേന്ദ്ര സർക്കാരിനോട് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച ഗൌരവത്തോടെയാണ് കാണുന്നത് എന്ന് കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA വീണ്ടും ചോദ്യമുന്നയിക്കുകയാണ് സുപ്രീംകോടതി. ചോദ്യപേപ്പർ ചോർച്ച എങ്ങനെ സംഭവിച്ചു? മേൽനോട്ട സമിതി മേൽനോട്ടം നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കുന്നുവെന്ന് കോടതി ചോദിച്ചു. ഹ്രസ്വകാലത്തേക്ക് നടത്തിയ 60 ശുപാർശകളിൽ ഭൂരിഭാഗവും നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഉന്നതാധികാര സമിതി ചെയർമാൻ K. രാധാകൃഷ്ണൻ കോടതിയെ അറിയിച്ചു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ടെന്നും K. രാധാകൃഷ്ണൻ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച ഗൌരവത്തോടെയാണ് കാണുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. കേസിൽ വിശദമായ സത്യവാങ്മൂലം 6 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കാൻ കേന്ദ്രത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. UPSC അടക്കം കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് NTA പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നും കോടതി വാക്കാൽ പറഞ്ഞു. അതിനിടെ നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. എല്ലാ DTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കും. സൗജന്യ യാത്രയ്ക്കായി പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് കാണിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.